നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയാവുന്നത് CPM-നകത്ത് നടക്കുന്ന അസ്വാരസ്യങ്ങളാണ്. കണ്ണൂരിലെ പാർട്ടി കോട്ടയിൽ ഇപ്പോൾ വലിയ പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടി വിട്ട മുൻ നേതാക്കളായ TK ഗോവിന്ദൻ, കുഞ്ഞികൃഷ്ണൻ എന്നിവരെ തിരിച്ചെടുക്കാമെന്ന MV ജയരാജന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് കാര്യങ്ങൾ ഇത്രയും കൂടുതൽ വഷളായത്. ഇതിനെ വർഗവഞ്ചന എന്ന് വിശേഷിപ്പിച്ച് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നത് G സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ CPM-നകത്ത് നടക്കുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. MV ജയരാജന്റെ പ്രസ്താവനയ്ക്കെതിരെ MV ഗോവിന്ദൻ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. വർഗവഞ്ചകരെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കില്ല എന്ന ഗോവിന്ദന്റെ നിലപാട് പാർട്ടിയിൽ വലിയ ഭിന്നതയ്ക്ക് കാരണമായിട്ടുണ്ട്. എന്നാൽ ഇതിന് ചുട്ട മറുപടിയുമായാണ് G സുധാകരൻ രംഗത്തെത്തിയത്. തന്നെയും മറ്റ് നേതാക്കളെയും വർഗവഞ്ചകൻ എന്ന് വിളിക്കാൻ ഗോവിന്ദന് എന്ത് യോഗ്യതയുള്ളതെന്ന് സുധാകരൻ ചോദിക്കുന്നു. കണ്ണൂരിൽ 5 സീറ്റുകളിൽ UDF വിജയിച്ചിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ പാർട്ടി സെക്രട്ടറി കസേരയിൽ ഇരിക്കുന്ന ഗോവിന്ദനാണ് യഥാർത്ഥ വർഗവഞ്ചകൻ എന്നാണ് സുധാകരന്റെ ആരോപണം. താനൊക്കെ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ഗോവിന്ദൻ പാർട്ടിയിൽ പോലും ഉണ്ടായിരുന്നില്ലെന്നും സുധാകരൻ ഓർമ്മിപ്പിക്കുന്നു. ഈ കലഹത്തിന് പിന്നിൽ വലിയ രാഷ്ട്രീയ തത്വചിന്തകളൊന്നുമില്ല, മറിച്ച് ഇതൊരു പേഴ്സണാലിറ്റി ക്ലാഷ് മാത്രമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സ്ഥാനാർത്ഥി നിർണയം, കാശി പിരിവ് തുടങ്ങിയ വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ് പ്രശ്നങ്ങളുടെ അടിസ്ഥാനം. G സുധാകരന്റെ കാര്യമെടുത്താൽ അദ്ദേഹത്തിന് പാർട്ടിയിൽ തനിക്ക് അർഹമായ പരിഗണന കിട്ടുന്നില്ലെന്ന പരാതിയുണ്ട്. തന്നെ ആരും വകവയ്ക്കുന്നില്ലെന്നും പ്രധാന യോഗങ്ങളിൽ തന്നെ ഉൾപ്പെടുത്തുന്നില്ലെന്നുമുള്ള സുധാകരന്റെ സങ്കടം ഒരു സാധാരണക്കാരന്റെ ദേഷ്യമായിട്ടാണ് പലരും കാണുന്നത്. അതേസമയം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം പാർട്ടിയുടെ പ്രവർത്തന രീതി പൂർണ്ണമായും മാറിയെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുകയാണ്. പിണറായി വിജയന്റെ പവർഫുൾ ആയ നിലപാടുകൾ പാർട്ടി ഒരു വലിയ പരിധിവരെ ഹൈജാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് പലരും സംശയിക്കുന്നു. ഈ കാലത്ത് പാർട്ടിയെ നയിച്ചിരുന്ന രീതിയിൽ നിന്ന് മാറി ഇപ്പോൾ പിണറായി വിജയൻ കേന്ദ്രീകൃതമായ ഒരു ഭരണമാണ് നടക്കുന്നത്. നിയമസഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുന്ന പലരെയും കാണുമ്പോൾ നേതൃത്വത്തിന്റെ പഴയ പ്രസരിപ്പ് നഷ്ടപ്പെട്ടോ എന്ന് സംശയമുണ്ട്. ആരെങ്കിലും പാർട്ടിയിൽ ഷൈൻ ചെയ്തു വരുന്നത് പിണറായിക്ക് ഇഷ്ടമല്ലെന്ന ആരോപണവും ഇതിനിടയിൽ ഉയരുന്നുണ്ട്. ചുരുക്കത്തിൽ കണ്ണൂരിൽ തുടങ്ങി ഈ അടിയും തിരിച്ചടിയും കേരളത്തിലെ CPM-ന്റെ അടിത്തറയെ തന്നെ ബാധിച്ചേക്കാം. G സുധാകരന്റെ തുറന്നു പറച്ചിലുകൾ പാർട്ടിയിലെ അതൃപ്തിയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ പരസ്യമായി രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. ഏതായാലും വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.